വണ്ടി ഒരു ഹെവി വെയിറ്റുള്ള വണ്ടിയാണ്, അതുപോലെ തന്നെ നല്ലൊരു വീൽ ബേസ് ഉള്ള വണ്ടിയാണ്. ഒരു ഹെവി ഒരു ക്രൂയിസർ എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു പുതിയ ഏതൊരു വണ്ടി ഓടിക്കുന്നൊരു ഫീൽ നമുക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ഹാൻഡിൽ ബാർ കൊടുത്ത രീതിയാണെങ്കിലും ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു പോർഷൻ ആണെങ്കിലും. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് എന്ന് പറയുന്ന മോഡൽ നമ്മൾ രണ്ട് ഫേസസിലാണ് ഇത്രയും നാളെ കണ്ടുകൊണ്ടിരുന്നത്. ഒന്ന് ക്ലാസിക് 350, ഒന്ന് ക്ലാസിക് 500 അല്ലേ. എന്നാൽ ഇപ്പോൾ റോയൽ എൻഫീൽഡ് ക്ലാസിക്കിൻ്റെ പുതിയൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. അതാണ് ഇന്ന് എൻ്റെ കൈവശം വന്നിട്ടുള്ളത്. ദ ന്യൂ ക്ലാസിക് 650 ട്വിൻ എന്ന് പറയുന്ന മോഡൽ. മാത്രമല്ല നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ 650 സെഗ്മെൻറ്റ്സിലെ 6ാമത്തെ മോഡൽ കൂടിയാണ് ഈ കാണുന്ന ക്ലാസിക് 650. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ നമ്മുടെ പുതിയ ക്ലാസിക് 650 ഈ ഒരു വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം, ചെറിയൊരു സ്ഥലപരിമിതിക്കകത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചയക്കുക. അപ്പോൾ എന്തായാലും ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. നമ്മുടെ ക്ലാസിക്കിൻ്റെ 350 എഞ്ചിൻ ഉണ്ടായിരുന്നു, 500cc എഞ്ചിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 650cc എഞ്ചിൻ ആണെന്ന് മാത്രമല്ല, വണ്ടിയുടെ സൈസിലും രൂപത്തിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു ഹെവി വെഹിക്കിളാണ് നമ്മുടെ ഈ ന്യൂ ക്ലാസിക് 650. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈൻസിൽ തന്നെ നോക്കിയപ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ക്ലാസിക് സ്റ്റൈലിലുള്ള ഒരു ഫ്രണ്ട് ഹെഡ്ലൈറ്റ് പോർഷൻ തന്നെയാണ്. നോർമലി ഉണ്ടായിരുന്ന വെഹിക്കിൾസ് ഉണ്ടായിരുന്ന അതേ സെയിം ഹെഡ്ലൈറ്റ് പോർഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. LED ഹെഡ്ലൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കേസ്, നമ്മുടെ ക്ലാസിക്കിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ടൈഗർ ഐ എന്ന് പറയുന്ന ഈ ഒരു ലൈറ്റ്സും അവർ LED ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നേരെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സസ്പെൻഷൻ വരുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ അവർ കൊടുത്തിരിക്കുന്നത്. 43 mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ അവർ കൊടുത്തിരിക്കുന്നത്. ടയർ സെക്ഷൻ വരുമ്പോഴത്തേക്ക് 100, 90, 19 ടയറാണ് അവർ ഈ ഒരു വണ്ടി കൊടുത്തിരിക്കുന്നത്. ഡിസ്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 320 mm ഫ്രണ്ട് ഡിസ്ക്കാണ് ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്ന ഡീറ്റെയിൽസ്. നമുക്കിനി ബാക്ക് സൈഡ് നോക്കാം. ഓക്കെ, നമ്മുടെ റിയർ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെയിൽ ലാമ്പ് പോർഷൻ വരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന മോഡൽസിലുള്ളത് തന്നെ നമുക്ക് LED ടെയിൽ ലാമ്പ് പോർഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ഹാലജനാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നേരെ നമ്മുടെ ടയറിൻ്റെ സെക്ഷനിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 140/70 ടയറാണ് പിൻഭാഗത്ത് അവർ കൊടുത്തിട്ടുള്ളത്. ഡിസ്ക് വരുമ്പോഴത്തേക്ക് 300 mm ഡിസ്ക്കാണ് പിൻഭാഗത്ത് അവർ കൊടുത്തിരിക്കുന്നത്. നേരെ സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ ട്വിൻ ഹൈഡ്രോളിക് സസ്പെൻഷനാണ് ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പിൻഭാഗത്ത് കാണാൻ പറ്റുന്ന ഡീറ്റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിൻഭാഗത്ത് വന്ന സ്ഥിതിക്ക് നമുക്കിതിൽ പ്രധാനപ്പെട്ടൊരു സംഭവം പറഞ്ഞു പോകാം. ഈ കാണുന്ന സൈലൻസർ, അതായത് നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ട്വിൻ എക്സോസ്റ്റാണ് ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോർമലി 650 സെഗ്മെൻറ്റ്സിൽ വരുമ്പോൾ എല്ലാത്തിനും നമുക്ക് ഒരു ഡുവൽ എക്സോസ്റ്റിനോട്ട് വരാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ക്ലാസിക് 650ക്കും അവർ ഡുവൽ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള മോഡലാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി വണ്ടിയുടെ മറ്റു ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, നമ്മുടെ ക്ലാസിക് 650യുടെ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാണുന്ന റോയൽ എൻഫീൽഡ് എന്നുള്ള ഈ എഴുത്ത് തന്നെ കേട്ടോ. നമുക്ക് നോർമലി കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എഴുത്താണ് ഈ ഒരു മോഡലിന് അവർ കൊടുത്തിട്ടുള്ളത്. സോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ സീറ്റിൻ്റെ സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഡുവൽ ടൈപ്പിലുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പില്യൻ സീറ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഫ്രെയിമും നമുക്ക് റിമൂവ് ടൈപ്പിലുള്ള ഒരു ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. സോ വളരെ കംഫർട്ടബിൾ ആയിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു കളറിങ്, നമുക്ക് ഈ വണ്ടി 4 കളേഴ്സിലാണ് വരുന്നത്. കളർ ഡീറ്റെയിൽസിലോട്ട് വരാം. പക്ഷേ ഈ ഒരു കാണുന്ന ഒരു പെയിൻറ്റിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ ട്വിൻ സിലിണ്ടറാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്ന ഒരു ഹെവി എഞ്ചിൻ പോർഷൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു CC 650 എന്ന് പറഞ്ഞാലും പക്കയായിട്ട് പറഞ്ഞാൽ 648 cc വരുന്നൊരു വണ്ടിയാണ് കേട്ടോ ഈ ഒരു കാണുന്ന എഞ്ചിൻ CC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 7250 RPM 34.6 kW പവറും 5650 RPM 52.3 Nm ടോർക്കാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറും ടോർക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വളരെ ഹെവി പെർഫോമൻസ് ഉള്ള ഒരു എഞ്ചിൻ പോർഷനാണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളത്. യെസ്, നമുക്കിനി നമ്മുടെ 650യുടെ ക്ലസ്റ്റർ ഭാഗത്തോട്ട് വരാം. ക്ലസ്റ്റർ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഒരു റെട്രോ സ്റ്റൈലുള്ള ഒരു ക്ലസ്റ്റർ ഡിസൈൻ തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് ഒരു കൊടുത്തിട്ടുള്ള ഒരു ഡിജി ആൻഡ് അനലോഗ് ടൈപ്പിലുള്ള ഒരു ക്ലസ്റ്റർ പോർഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുമ്പോൾ നമുക്ക് ക്ലസ്റ്റർ ഭാഗത്തിന് നമ്മുടെ വണ്ടി ഏത് ഗിയർ ലെവലാണ് ഓടുന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ തന്നെ നമ്മുടെ ടൈമിംഗ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്വിച്ചസിൻ്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷനും പാസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് ഓപ്ഷൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, ഹോണിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ട്രിപ്പ്, കിലോമീറ്റർ റേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻസും കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ കിൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഹസാർഡ് സ്വിച്ചും കാര്യങ്ങളുള്ള ഓപ്ഷൻസും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് നമുക്ക് USB ചാർജിങ് സ്പോട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്താണ് USB ചാർജിങ് സ്പോട്ടിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലസ്റ്റർ ഭാഗത്തും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ ടാങ്കിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ 14.8 ലിറ്ററിൻ്റെ ഒരു ടാങ്ക് പോർഷൻ, ഒരു വലിയ ഹെവി ടാങ്ക് ഓപ്ഷനാണ് നമ്മുടെ ഈ വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടിയുടെ ക്ലസ്റ്റർ ഭാഗങ്ങളും ടാങ്ക് ഭാഗങ്ങളൊക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് എന്താണ്,
ഇതിൻ്റെ എക്സോസ് നോട്ട് എങ്ങനെയുള്ളത് അത് നമുക്ക് കേട്ട് നോക്കാം. യെസ്, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ എക്സോസ് നോട്ട് എങ്ങനെയുണ്ടോ എന്ന് കേട്ട് നോക്കാം. ഓക്കെ, വണ്ടിയുടെ എക്സോസ് നോട്ട് കേട്ടല്ലോ അല്ലേ, എങ്ങനെയുണ്ട്? നല്ല ഹൈ ബീമായിട്ടുള്ള ഒരു എക്സോസ് നോട്ടാണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളത്. നോർമലി നമ്മുടെ 650 സെഗ്മെൻറ്റ്സ് എന്ന് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സോസ് നോട്ടായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗിയർ ചേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷനിലോട്ട് വന്നാലും കുറച്ച് ഡിഫറൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നോർമലി വരുമ്പോൾ ഒരു ഡുവൽ പെഡലായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് നോർമലി നമുക്ക് ബൈക്കുകൾ സ്റ്റൈൽ വരുമ്പോൾ തന്നെ സിംഗിൾ ഓപ്ഷനാണ്, ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. സോ അങ്ങനെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ് 650 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിത് ആക്ച്വലി ഒരു ക്രൂയിസർ ബൈക്കല്ല, ഇതൊരു റെട്രോ ലുക്കുള്ള റെട്രോ റൈഡ് ടൈപ്പിലുള്ള ഒരു മോഡലാണ് നമ്മുടെ ഈ ഒരു 650 എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ സിറ്റി റൈഡിനൊക്കെ ആയിട്ട് വളരെ കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മോഡലിനാണ് നമ്മുടെ ഈ ഒരു ക്ലാസിക് 650 എന്ന് പറയുന്നത്. നമ്മുടെ ഈ മോഡൽസിൻ്റെ കളർ സെക്ഷനിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 4 കളേഴ്സാണ് ഈ വണ്ടി അവൈലബിൾ ആയിട്ട് വരുന്നത്. ഒന്ന് വാലം റെഡ് എന്ന് പറഞ്ഞത് ഈ കളർ തന്നെയാണ്, വാലം റെഡ് എന്ന് പറഞ്ഞാൽ ഈ കളർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വായിക്കൊള്ളാത്ത പേരുണ്ട്, ഒരു ബ്രണ്ടിങ് ടോപ്പിൾ എന്ന് പറയുന്ന ഒരു ബ്ലൂ കളർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് വരുന്ന മറ്റൊരു കളർ എന്ന് പറയുന്നത് ടീൽ എന്ന് പറയുന്നൊരു മോഡൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ക്രോം എന്ന് പറയുന്നൊരു മോഡൽ, ബ്ലാക്ക് ക്രോം എന്ന് പറയുന്ന വണ്ടിയാണ് ഒരു ടോപ്പ് വേരിയൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ 4 കളേഴ്സാണ് നമുക്ക് ഈ വണ്ടി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കളേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വണ്ടി കണ്ടോ നല്ല ഒരു ഹെവി സൈസിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വീൽ ബേസും ഡീറ്റെയിൽസും കൂടി ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നമുക്ക് ഈ വണ്ടിയുടെ ഒരു വീൽ ബേസ് ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1475 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ 350-500cc വെച്ച് നോക്കുമ്പോഴത്തേക്കും വീൽ ബേസ് തന്നെ ഈ വണ്ടിയുടെ വലിപ്പം എങ്ങനെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ 154 mm ആണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന 1130 ഇതിൻ്റെ ഒരു ഹൈറ്റ് അവർ കൊടുത്തിരിക്കുന്നത്. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുമ്പോഴത്തേക്കും 800 mm ആണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് അവർ കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ GVW എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രോസ് വെഹിക്കിൾ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 407 കിലോയാണ് ഈ വണ്ടിയുടെ ഒരു GVW ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം വണ്ടി ഒരു ഹെവി വെയിറ്റുള്ള വണ്ടിയാണ്, അതുപോലെ തന്നെ നല്ലൊരു വീൽ ബേസുള്ള വണ്ടിയാണ്. ഒരു ഹെവി ഒരു ക്രൂയിസർ എന്ന് പറയാൻ പറ്റില്ല, ഒരു റെട്രോ ലുക്കുള്ള ഒരു ഹെവി മോഡൽ വെഹിക്കിളാണ് നമ്മുടെ ഈ ഒരു പുതിയ ക്ലാസിക് 650 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ക്ലാസിക് 650 ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് റൈഡ് നോക്കാം, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ കാണിച്ചു തരാം. ഇതാ കണ്ടോ, നമുക്കിതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ചെയ്യുന്ന രീതി ഒരു പുതിയ രീതിയിലേക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്താണ് ഈ ടൈപ്പിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന 2 മിറേഴ്സ് ആണെങ്കിലും ആക്ച്വലി ഇത് ഈ വണ്ടിയിൽ വരുന്നില്ല, ഇത് രണ്ടാമത് അവർ ചെയ്ത നോർമലി ഈ വണ്ടിയിൽ നമുക്ക് വരുന്ന നോർമൽ ടൈപ്പിലുള്ളത് ഈ കാണുന്ന ഒരു മിറേഴ്സാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇത് അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി റൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ. വണ്ടി നമ്മൾ തുടക്കം ഓടിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റൈഡിങ് കംഫർട്ടാണ്. വണ്ടി ഞാൻ പറഞ്ഞില്ലേ ക്ലാസിക് 650 ആണെന്ന് പറഞ്ഞാലും ഇതൊരു പുതിയ ഏതൊരു വണ്ടി ഓടിക്കുന്നൊരു ഫീൽ നമുക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ഹാൻഡിൽ ബാർ കൊടുക്കുന്ന രീതിയാണെങ്കിലും ആ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു പോർഷൻ ആണെങ്കിലും വേറെ ഏതോ ഒരു പുതിയ വണ്ടി പോലെ നമുക്ക് ഫീൽ ആവത്തുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ജസ്റ്റ് ത്രോട്ടിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കൊടുത്താൽ വണ്ടി എടുത്തങ്ങ് ചാടും. അത്രയ്ക്കുള്ളൊരു പെർഫോമൻസ് പുള്ളിങ്ങാണ് ഈ വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. കണ്ടോ, ഗിയർ ചേഞ്ച് ആയിട്ടില്ല, സെക്കൻഡ് ഗിയറിലോട്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ വണ്ടി ജസ്റ്റ് എന്താ വളയ്ക്കുവാണ്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നിയൊരു സംഭവം ഇതിൻ്റെ ടേണിങ് റേഡിയൻസ് വളരെ കുറവാണ് കേട്ടോ. ടേണിങ് റേഡിയൻസ് നല്ല രീതിയിൽ കുറവാണ് ഈ വണ്ടിക്കുള്ളത്. ലോറിക്ക് കൊടുക്കുമ്പോഴത്തെ വലിയ ഹോണൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഹെവി സൗണ്ടുള്ള ഹോൺസൊക്കെ തന്നെയാണ് ഈ വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളത്. ഷോക്ക് ഓബ്സറൊക്കെ നമുക്കിപ്പോൾ ഹമ്പിലൊക്കെ കയറുമ്പോഴാണെങ്കിൽ നല്ല രീതിയിൽ അതിൻ്റെ ഒരു വർക്കിംഗ് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷോക്ക് ഓബ്സറൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ.
വണ്ടി എന്തായാലും ഞാൻ ഒരുപാട് ലോങ് ഒന്നും ഓടിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ചതിന് വണ്ടിയുടെ പെർഫോമൻസ് ഹെവി ആയിട്ട് മനസ്സിലാവില്ല, പക്ഷേങ്കിലും ഓടിച്ചിട്ട് നല്ലൊരു ഹെവി ഒരു പെർഫോമൻസ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഫുൾ ആൻഡ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഓടിക്കുമ്പോൾ അറിയാതെ ഗിയർ മാറുന്നതിൽ ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ട്. കാരണം നമ്മൾ നോർമൽ ബൈക്കിൽ വരുന്നത് പോലെ ആണെങ്കിലും നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ നോർമൽ രീതി ഇങ്ങനെ അല്ലല്ലോ, ഡബിൾ സൈഡായിട്ടല്ല വരുന്നത്. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് മാറ്റുമ്പോൾ. യെസ്, അപ്പോൾ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 650 ട്വിൻ എന്ന് പറഞ്ഞ ഈ മോഡൽ നമ്മൾ ഓടിച്ചപ്പോൾ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. കാരണം വെച്ചാൽ 650 സെഗ്മെൻറ്റ്സിൽ വേറെ വണ്ടികളുണ്ട് നമുക്ക് റോയൽ എൻഫീൽഡിൽ തന്നെ, പക്ഷേ ക്ലാസിക്കിൽ ഇത് ആദ്യമായിട്ട് ഇറങ്ങുന്ന മോഡലാണ്. അപ്പോൾ ഓടിച്ചപ്പോഴത്തേക്കും നമുക്കൊരു പുതിയൊരു അനുഭവമാണ് ഫീലായിട്ട് കിട്ടിയത്. ഇതിൻ്റെ ഒരു റൈഡിങ് കംഫർട്ടബിൾ ആണെങ്കിലും അതിൻ്റെ ഒരു പെർഫോമൻസ് ആണെങ്കിലും ഒരു റെട്രോ സ്റ്റൈൽ വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്ലാസിക് 650 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട് തന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് കൈമനത്തുള്ള ശിവജി മോട്ടോഴ്സ് എന്നാണ് കേട്ടോ. അപ്പം അവർക്കവിടെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവ്സോ ബാക്കി ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്രൈസിൻ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് വേരിയൻസിന് വരുമ്പോഴത്തേക്ക് 4,45,000 രൂപയാണ് നമുക്ക് ഇതിൻ്റെ ടോപ്പ് വേരിയൻസിന് വരുന്ന ഓൺ റോഡിങ് പ്രൈസ് ഉണ്ട്. അപ്പോൾ വണ്ടി എന്തായാലും പെർഫോമൻസ് വൈസും അതിൻ്റെ ലുക്ക് വൈസ് ഒക്കെ ഞാൻ പക്കാ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മുടെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ അറിയിക്കട്ടോ. അപ്പോൾ നെക്സ്റ്റ് റിവ്യൂവിൽ കാണാം. ബൈ ബൈ.